Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെക്ടാങ്കിൾ ടൂളിനെ കുറിച്ചാണ്. റെക്ടാങ്കിൾ ടൂൾ ഒന്നെങ്കിൽ നമുക്കിവിടെ കമാൻഡ് ബോക്സിൽ REC ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ അടിച്ചു കൊടുത്താൽ റെക്ടാങ്കിൾ ടൂൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെക്ടാങ്കിൾ ടൂൾ എടുക്കണമെങ്കിൽ ഇവിടെ കണ്ട റെക്ടാങ്കിൾ ടൂൾ കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് മെനു ബാറിൽ ഡ്രോ കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡ്രോ കൊണ്ടുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ടാ ആ റെക്ടാങ്കിൾ ടൂൾ അങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ജസ്റ്റ് കമാൻഡ് ലൈനിൽ പോയിട്ട് REC ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് റെക്ടാങ്കിൾ കിട്ടുകയാണ്. അതിനുശേഷം എൻ്റർ അടിച്ചു കൊടുത്തു. നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാനാണ്. സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ്. ഞാൻ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അടുത്ത കോർണർ പോയിന്റ്, ഞാൻ ഫസ്റ്റ് കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഓപ്പോസിറ്റ് കോർണർ പോയിന്റ് ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഒരു ക്ലിക്ക് കൂടി ചെയ്യാം. അപ്പൊ നമുക്ക് റെക്ടാങ്കിൾ കിട്ടും. നമുക്ക് അതേ റെക്ടാങ്കിൾ ടൂൾ വീണ്ടും കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ സ്പേസ് ബാർ നിൽക്കിയാൽ മതി. അപ്പൊ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്തിരുന്ന അതേ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പേസ് ബാർ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റർ യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ് അടിച്ചു. ഫസ്റ്റ് കോർണർ പോയിന്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഏരിയ, ഡൈമെൻഷൻ, റൊട്ടേഷൻ ഇങ്ങനെ മൂന്ന് ഓപ്ഷനിൽ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാം. ഞാൻ ഇതിൽ ഡൈമെൻഷൻ ഡി ടൈപ്പ് ചെയ്തു എൻ്റർ അടിച്ചു. അതിനുശേഷം സ്പെസിഫൈ ഫോർ ലെങ്ത് ഫോർ റെക്ടാങ്കിൾ, റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 40 അടിച്ചു കൊടുത്തു, എൻ്റർ അടിച്ചു. അതിനുശേഷം വിടുത്ത് 20 മതി. 20 ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്ക് കിട്ടിയ റെക്ടാങ്കിൾ ചെറുതാണ്. നമ്മൾ കൊടുത്ത ഡയമെൻഷനുള്ള റെക്ടാങ്കിളാണ് വന്നത്. ഇനി 4 ഡയറക്ഷൻ ഉണ്ട്. ഏത് ഡയറക്ഷനിലാണോ വേണ്ടത് നമ്മൾ ജസ്റ്റ് ആ ഡയറക്ഷനിൽ പോയി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് റെക്ടാങ്കിൾ വന്ന് കാണാം. ഇനി ഇതിന്റെ നമ്മൾ കൊടുത്ത വിഡ്ത്തും ലെങ്ത് തന്നെയാണോ വന്നിട്ടുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ഇവിടെ കണ്ട ഡയമെൻഷനിൽ ലീനിയർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ വിഡ്ത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട അത് 20 ആണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി വീണ്ടും ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ടൂൾ തന്നെ കിട്ടും. ഇനി വീണ്ടും സ്പേസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട ഇതിന്റെ ലെങ്ത് 40. അപ്പൊ നമ്മളിപ്പോൾ വരച്ച റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 20യും ലെങ്ത് 40യാണ് കിട്ടിയുള്ളത്. ഇനി നമുക്ക് വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുക്കണമെങ്കിൽ ജസ്റ്റ് റെക്ടാങ്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏരിയ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കണമെങ്കിൽ ഏരിയ ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എൻ്റർ ഏരിയ ഓഫ് റെക്ടാങ്കിൾ, ഏരിയ എത്രയാണ് വേണ്ടത്. റെക്ടാങ്കിൾ ഏരിയ 200 ടൈപ്പ് ചെയ്തു. അതിനുശേഷം ലെങ്ത് ആണോ വിഡ്ത്ത് ആണോ, അതായത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത് വിഡ്ത്തുണ്ട്. ഏരിയ നമ്മൾ ഓൾറെഡി 200 ആണ് ടൈപ്പ് ചെയ്തു. ഇനി നമുക്ക് അതിന്റെ ലെങ്ത് ഇപ്പൊ 25 ആണ് ടൈപ്പ് ചെയ്ത് വിചാരിക്കുക. ലെങ്ത് ആണോ വിഡ്ത്ത് ആണോ വേണ്ടത്. ഇപ്പൊ ലെങ്ത് ആണോ വേണ്ടെങ്കിൽ L ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലെങ്ത് എത്രയാണോ വേണ്ടത് ടൈപ്പ് ചെയ്യുക. ഞാൻ 25 അടിച്ചു കൊടുത്തു. അപ്പൊ നമ്മൾ എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഈ ഒരു റെക്ടാങ്കിൾ വന്നു. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ മനസ്സിലാവണമെങ്കിൽ നമ്മൾ 200 ആണ് കൊടുത്തുള്ളത്. ആ ഏരിയ തന്നെയാണോ വന്നിട്ടുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എസ്കേപ്പ് അടിക്കുക. എ ടൈപ്പ് ചെയ്യുക. ഏരിയ കാണാനുള്ള ഷോർട്ട് കീ ആണ് എ ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഏരിയ കാണുന്നത്, ഒബ്ജക്റ്റിന്റെ ഏരിയ ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ റെക്ടാങ്കിൾ ആണ് വരച്ചിട്ടുള്ളത്. അപ്പൊ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റെക്ടാങ്കിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കണ്ട ഏരിയ 200, അതായത് ഏരിയ 200 ആണോ എന്നുള്ളത്. പിന്നെ പെരിമീറ്റർ അത് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ചെക്ക് ചെയ്യാം. നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ചെക്ക് ചെയ്യാൻ ഇവിടെ കണ്ട ലീനിയർ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട അതിന്റെ വിഡ്ത്ത് 8 ആണ് വന്നത്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ലെങ്ത് ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ലെങ്ത് നമ്മൾ 25 ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ 25 × 8 അപ്പോഴാണ് 200 കറക്റ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ വിഡ്ത്ത് 8 വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലെങ്ത്തും കൂടി ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. കണ്ട 25. നമ്മുടെ വിഡ്ത്ത് 8ഉം ലെങ്ത് 25 ആയിട്ടുള്ള റെക്ടാങ്കിൾ വന്നു. ഇനി ഞാൻ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുക്കുകയാണ്. റെക്ടാങ്കിൾ ടൂൾ എടുത്തു. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ റൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒക്കെ ഏതിന്റെയും കണ്ട ഇൻസ്ട്രക്ഷന്റെ ആദ്യത്തെ ലെറ്റർ ഒരു ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഷോർട്ട് കീ കിട്ടാനുള്ളത് ഓപ്ഷൻ. അപ്പൊ റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ R ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. ഇനി നമുക്ക് എൻ്റർ അടിച്ചപ്പോൾ കണ്ട റൊട്ടേഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല. ഇങ്ങനെ കണ്ട. അപ്പൊ നമുക്ക് എത്ര ആംഗിളിലാണോ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഞാൻ 45 ഡിഗ്രി ആംഗിൾ ആണ് വേണ്ടെങ്കിൽ 45 ഡിഗ്രി ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. നമുക്ക് ഏത് ഡയറക്ഷനിലാണോ വേണ്ടത് അവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ സാധാരണ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ ഏരിയ, ഡൈമെൻഷൻ, റൊട്ടേഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്.
ഇപ്പൊ നമ്മുടെ റെക്ടാങ്കിളിന്റെ റൊട്ടേഷൻ 45 ഡിഗ്രി ഓക്കെ. നമുക്ക് ഡയമെൻഷൻ എത്രയാണ് വേണ്ടത്? ഡയമെൻഷൻ ഇപ്പോൾ ലെങ്ത് 25ഉം വിഡ്ത്ത് ഒരു 40 ആണ് വേണ്ടെങ്കിൽ ഡയമെൻഷൻസ് ആണ് വേണ്ടത്. അപ്പൊ ഡയമെൻഷന്റെ ആദ്യത്തെ കീ ഷോർട്ട് കീ ഡി ആണ്. ഡി ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക. ഇനി ലെങ്ത് എത്രയാണോ വേണ്ടത്? 25 ആണ് വേണ്ടെങ്കിൽ 25 അടിക്കുക. ലെങ്ത് ആണോ വിഡ്ത്ത് ആണോ? 25 അടിച്ചു. ഇനി വിഡ്ത്ത് 40 വേണമെങ്കിൽ 40 ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക. അപ്പൊ നമ്മുടെ റെക്ടാങ്കിൾ വന്നിട്ടുണ്ട്. നമുക്ക് 4 ഡയറക്ഷനിലായിട്ടാണ് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഏത് ഡയറക്ഷനിലാണോ വേണ്ടത്, എവിടേക്കാണോ വേണ്ടത്, അവിടെ പോയിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ റെക്ടാങ്കിൾ വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ റൊട്ടേഷൻ ആംഗിൾ നമ്മൾ കൊടുത്ത് 45 ഡിഗ്രിയാണ്. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു ലൈൻ ടൂൾ എടുക്കുക. ലൈൻ ടൂൾ എടുത്തതിനു ശേഷം ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കൊടുക്കുക. ഹൊറിസോണ്ടൽ ലൈൻ ശരിയാണ്ട് വരയ്ക്കണമെങ്കിൽ ഇവിടെ ഓർത്തോ മോഡ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആംഗിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഈ ഒരു ടൂൾ, ലൈൻ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ജസ്റ്റ് എസ്കേപ്പ് ടൂൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ആംഗിൾ ആണ് ചെക്ക് ചെയ്യേണ്ടത്. ആംഗിൾ ചെക്ക് ചെയ്യാൻ ആംഗിൾ മറ്റുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ട 2 ലൈനുകൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻക്ലൂഡർ ആംഗിൾ എത്രയാണ് കണ്ട 45 ഡിഗ്രി. അതായത് ഇത് 135 ഡിഗ്രി ആണെങ്കിൽ ഇത് 45 ഡിഗ്രി. നമുക്കൊന്നുകൂടി നോക്കാം. അതായത് ഓൾറെഡി ആംഗിളാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ ലൈൻ ക്ലിക്ക് ചെയ്തു, ഈ ലൈൻ ക്ലിക്ക് ചെയ്തു, കണ്ട 45 ഡിഗ്രി. അപ്പൊ നമ്മൾ ആംഗിൾ 45 ഡിഗ്രിയാണ് റൊട്ടേഷൻ. നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ ലീനിയർ ക്ലിക്ക് ചെയ്യുക. ലീനിയർ ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ട ലീനിയർ അല്ല, അലൈൻഡ് ക്ലിക്ക് ചെയ്യുക. അലൈൻഡ് ക്ലിക്ക് ചെയ്യുക, കാരണം റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തും എടുക്കുന്നത്. അപ്പൊ അലൈൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണ്ട ഇത് 25. നമ്മൾ വീണ്ടും അതേ ടൂൾ കിട്ടാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തു. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത ടൂൾ, അതായത് മെഷർമെന്റ് ടൂൾ, അലൈൻ ടൂൾ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, കണ്ട 40, 45, 40 ലെങ്ത് വിഡ്ത്ത് 25, റൊട്ടേഷൻ 45 ഡിഗ്രി. ഇനി നമ്മൾ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുക്കണം. റെക്ടാങ്കിൾ ടൂൾ എടുത്തതിനു ശേഷം നമ്മൾ വരയ്ക്കാന്ന് വിചാരിക്കുക. കണ്ട ഇപ്പൊ നമുക്ക് വീണ്ടും റെക്ടാങ്കിൾ ചെരിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേഷൻ ടൂൾ എടുത്തിട്ട് നമ്മൾ സാധാരണ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ ലീനിയർ ആയിട്ടല്ല വരച്ചിരുന്നത്. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് കിട്ടണമെങ്കിൽ വീണ്ടും റൊട്ടേഷൻ എടുക്കുക, 6 എടുക്കുക, എന്റർ അടിക്കുക. അതിനുശേഷം 0 ഡിഗ്രി അടിച്ചു കൊടുത്താൽ നമുക്ക് സാധാ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. സാധാ എങ്ങനെയാണോ ഡീഫോൾട്ട് കണ്ടീഷൻ, അപ്പൊ ആ രീതിയിൽ എത്താൻ പറ്റും. ഇനി നമുക്ക് ആവശ്യാനുസരണം ഏരിയ വെച്ചിട്ടാണോ ഡയമെൻഷൻ വെച്ചിട്ടാണോ എത്രയാണോ വെച്ചാൽ വരച്ചു കൊടുക്കാം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് പോകുന്നത്. ഇനി വീണ്ടും ഞാൻ റെക്ടാങ്കിൾ ടൂൾ എടുത്തു. റെക്ടാങ്കിൾ ടൂൾ എടുത്താൽ വീണ്ടും കുറെ ഓപ്ഷൻസ് ഉണ്ട്. ചാംഫർ, എലിവേഷൻ, ഫില്ലറ്റ്, തിക്നെസ് എടുത്തു. ഇതിൽ എലിവേഷനും തിക്നെസ്സും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷൻ 3Dയിലാണ് യൂസ് ചെയ്യുക. ഞാൻ ചാംഫർ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഷോർട്ട് കീ സി ടൈപ്പ് ചെയ്യുക, എന്റർ അടിക്കുക. അതിനുശേഷം ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ഞാനൊരു 5 അടിച്ചു കൊടുത്തു, 5 ടൈപ്പ് ചെയ്തു. സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസ് 15 അടിച്ചു കൊടുത്തു. ഞാൻ സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിന്റ്, അപ്പൊ റെക്ടാങ്കിൾ ഫസ്റ്റ് കോർണർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇനി ഏരിയ ആണോ ഡയമെൻഷൻ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഡി ടൈപ്പ് ചെയ്തു, എന്റർ അടിച്ചു. അതിനുശേഷം ഞാൻ ഫസ്റ്റ് ഡയമെൻഷൻ 50 കൊടുത്തു, എന്റർ അടിച്ചു. സെക്കൻഡ് ഡയമെൻഷൻ 100 കൊടുത്തു, എന്റർ അടിച്ചു. അപ്പൊ നമ്മുടെ റെക്ടാങ്കിൾ വന്നിട്ടുണ്ട്. ഇനി ഏത് ഡയറക്ഷനിലാണ്? 4 ഡയറക്ഷനിൽ കാണിക്കും. നമുക്ക് ഈ ഏത് ഡയറക്ഷനാണ് വേണ്ടത് അവിടെ പോയിട്ട് ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക. സാധാരണ നമ്മൾ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് റെക്ടാങ്കിൾ ഷേപ്പിലാണ് കിട്ടുക. ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യണം. ലൈൻ ടൂൾ എടുത്തു. ലൈൻ ടൂൾ എടുത്തതിനു ശേഷം ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തതിനു ശേഷം ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ നിർത്തുക. അവിടെ നിന്ന് മേലോട്ടും വരച്ചു, എസ്കേപ്പ് അടിച്ചു. നമ്മൾ ചാംഫർ ഡിസ്റ്റൻസ് 2 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡിസ്റ്റൻസ് എങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും അതാണ് ചാംഫർ ആയിട്ട് കൊടുത്തുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലീനിയർ എടുത്തു. ലീനിയർ എടുത്തതിനു ശേഷം ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു, ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്തു. ഇതാണ് ഫസ്റ്റ് നമ്മൾ കൊടുത്ത ചാംഫർ ഡിസ്റ്റൻസ് 5. ഇനി വീണ്ടും നമ്മൾ അതേ ടൂൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ചാംഫർ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് 5, ഈ ഒരു ഡിസ്റ്റൻസ് 50. അപ്പൊ ഇങ്ങനെയാണ് ചാംഫർ ഡിസ്റ്റൻസ് കൊടുത്തിട്ട് നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുന്നത്. നമ്മൾ പ്രീവിയസ്ലി ഉപയോഗിച്ച ഒരു ടൂള് അത് വീണ്ടും, അതായത് പ്രീവിയസ്ലി യൂസ് ചെയ്ത കമാൻഡ് അത് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ സ്പേസ് ബാർ അല്ലെങ്കിൽ എന്റർ കീ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് സ്പേസ് ബാർ വീണ്ടും ടൈപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്റർ ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വീണ്ടും റെക്ടാങ്കിൾ കൊടുത്തു. റെക്ടാങ്കിൾ കൊടുത്തിട്ട് ഞാൻ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാം. റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ വേണ്ട നമ്മൾ ചാംഫറിൽ എത്രയാണ് കൊടുത്തുള്ളത് അത് ഡീഫോൾട്ട് ആയിട്ട് വന്നു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ചാംഫർ 5ഉം ഒരു ചാംഫർ 10. അപ്പൊ അത് നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ സാധാരണ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ ലീനിയർ ആയിട്ട് കറക്റ്റ് പെർഫെക്റ്റ് റെക്ടാങ്കിൾ ആണ് കിട്ടുക. വീണ്ടും മാറ്റണമെങ്കിൽ നമ്മൾ
റെക്ടാങ്കിൾ വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ റെക്ടാങ്കിൾ ടൂൾ എടുക്കുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ സി ടൈപ്പ് ചെയ്യുക, ചാംഫർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ചാംഫർ ഡിസ്റ്റൻസ് 0 ടൈപ്പ് ചെയ്യുക. അതായത് ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസും സെക്കൻഡ് ചാംഫർ ഡിസ്റ്റൻസും 0 ടൈപ്പ് ചെയ്യുക. ഇനി നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ വേണ്ട കറക്റ്റ് റെക്ടാങ്കിൾ നമ്മൾ സാധാരണയായിട്ട് അതിക്ക് റെക്ടാങ്കിൾ ടൂൾ എടുത്ത് വരയ്ക്കുന്ന പോലെ കിട്ടും. നമ്മൾ വീണ്ടും റെക്ടാങ്കിൾ ടൂൾ എടുത്തു. റെക്ടാങ്കിൾ ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ട ഫില്ലറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫില്ലറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എഫ് ഷോർട്ട് കീ നിൽക്കുക, എൻ്റർ അടിക്കുക. ഈ ഫില്ലറ്റ് ആംഗിൾ എത്രയാണ് വേണ്ടത്, ഫില്ലറ്റ് റേഡിയസ് ഞാനിപ്പോൾ 15 കൊടുത്തു, എൻ്റർ അടിച്ചു. ഇനി നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി, ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഡയമെൻഷൻ വെച്ച് വരയ്ക്കണമെങ്കിൽ ഡയമെൻഷൻ വെച്ച് വരയ്ക്കുക. ഞാൻ ഡയമെൻഷൻ വെച്ച് വരയ്ക്കണമെങ്കിൽ ഡി അടിച്ചു, എൻ്റർ അടിച്ചു. ഇനി 100, 200 ഇവിടുത്തെ ലെങ്ത്തും ടൈപ്പ് ചെയ്തു. ഈ 4 ഡയറക്ഷനിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവും. നമുക്ക് ഏത് ഡയറക്ഷനാണോ റെക്ടാങ്കിൾ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ വരച്ച അതിൻ്റെ ഫില്ലറ്റ് റേഡിയസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട ഈ ഒരു ഡയമെൻഷനിൽ ചെക്ക് ചെയ്യണോടത്ത് റേഡിയസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. റേഡിയസ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ വരച്ചതിൻ്റെ ഫില്ലറ്റിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ട അതിൻ്റെ ഫില്ലറ്റ് റേഡിയസ് 15 ആണ്, 15. ഇനി നമ്മൾ വീണ്ടും റെക്ടാങ്കിൾ കൊടുത്തു. റെക്ടാങ്കിൾ കൊടുത്തിട്ട് ഇനി നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കാൻ വിചാരിക്കുക. അപ്പൊ ഇനിയുള്ള വരുന്ന റെക്ടാങ്കിളൊക്കെ ആ ഫില്ലറ്റ് റേഡിയസ് വെച്ചിട്ടാണ് വരിക. അതായത് ഫില്ലറ്റ് റേഡിയസ് എപ്പോഴും 15 ആയിരിക്കും. അപ്പൊ അത് വരാണ്ടിരിക്കണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിക്കുക. വീണ്ടും റെക്ടാങ്കിൾ ടൂൾ തന്നെയാണ് എടുക്കുക. ഒന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന ടൂൾ റെക്ടാങ്കിൾ ടൂളാണ്. അപ്പൊ ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുക. സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ വീണ്ടും റെക്ടാങ്കിൾ ടൂളിലേക്ക് പോകും. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ കണ്ട ഫില്ലറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫില്ലറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫില്ലറ്റിന്റെ റേഡിയസ് ഉണ്ട്, അത് ജസ്റ്റ് 0 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ ഇനി നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ എങ്ങനെയാണ് റെക്ടാങ്കിൾ വരയ്ക്കുന്നത് അതേപോലെ നമുക്ക് റെക്ടാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഇനി റെക്ടാങ്കിൾ ടൂൾ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതിന് പകരം തൊട്ട് മുന്നേ യൂസ് ചെയ്യുന്ന ടൂൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്പേസ് ബാർ അല്ലെങ്കിൽ എൻ്റർ ടൈപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും റെക്ടാങ്കിൾ കിട്ടും. അതിൽ തിക്നെസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. തിക്നെസ്സും എലിവേഷനും 3Dയിലാണ്. വിഡ്ത്ത് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. വിഡ്ത്ത് കൊണ്ടുള്ള ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒരു 10 ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 10 ആയിരിക്കും. ഇപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ലൈനൊക്കെ നേരെ ലൈനായിട്ടാണ് റെക്ടാങ്കിൾ വന്നത്. ഇനി ആ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ വിഡ്ത്ത് 10 ആയിരിക്കും. നമ്മൾ വരച്ചിരിക്കുന്ന റെക്ടാങ്കിളിന്റെ വിഡ്ത്ത്, അതായത് ഈ വിഡ്ത്ത് 10 ആയിരിക്കും. അതായത് ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് കണ്ട ഈ തിക്നെസ് ഉണ്ട്. പിന്നെ നമ്മൾ വീണ്ടും റെക്ടാങ്കിൾ കൊടുത്തിട്ട് ഇനി വരയ്ക്കുമ്പോഴൊക്കെ ആ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് 10 ആയിട്ടായിരിക്കും വരിക. അപ്പൊ നമുക്ക് സാധാരണ വരയ്ക്കുന്ന പോലത്തെ കിട്ടണമെങ്കിൽ റെക്ടാങ്കിൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വിഡ്ത്ത് കൊണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൈൻ വിഡ്ത്ത് ഇപ്പോൾ 10 ആണ് എടുക്കുന്നത്. അത് ജസ്റ്റ് 0 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇത് നമ്മൾ സാധാരണ റെക്ടാങ്കിൾ വരയ്ക്കുമ്പോൾ കണ്ടോ റെക്ടാങ്കിൾ സാധാ പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. കണ്ടോ ഇപ്പൊ നമ്മുടെ റെക്ടാങ്കിളിന്റെ സാധാ പോലെ, അതായത് നേരെ ലൈനായിട്ടാണ് റെക്ടാങ്കിൾ ഫോം ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ റെക്ടാങ്കിൾ വരയ്ക്കാനുള്ള ഓപ്ഷൻ. നമുക്ക് ഡയമെൻഷൻ വെച്ച് വരയ്ക്കാം, ഏരിയ വെച്ച് വരയ്ക്കാം, നമുക്ക് ഫില്ലറ്റ് അതായത് ഒരു ഫില്ലറ്റ് റേഡിയസ് വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ചാംഫർ ഡിസ്റ്റൻസ് കൊടുത്ത് വരയ്ക്കാം, അല്ലെങ്കിൽ റെക്ടാങ്കിൾ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വരയ്ക്കാം. അപ്പൊ നമ്മൾ റൊട്ടേറ്റോ അല്ലെങ്കിൽ ചാംഫറോ അല്ലെങ്കിൽ ഫില്ലറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ വിഡ്ത്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും റെക്ടാങ്കിൾ കൊടുത്ത് വരയ്ക്കുമ്പോൾ അതേ രൂപത്തിലാണ് വരിക. അതായത് എത്രയാണ് നമ്മൾ പ്രീവിയസ്ലി ചാംഫർ കൊടുത്തത് അല്ലെങ്കിൽ ഫില്ലറ്റ് കൊടുത്തത്, അപ്പൊ അതേപോലെ കൊടുക്കുക. അത് നമ്മൾ വീണ്ടും ഡീഫോൾട്ട് ആയിട്ട് കിട്ടണമെങ്കിൽ ഫില്ലറ്റ് വാല്യൂ 0 കൊടുക്കുക, ചാംഫർ ഡിസ്റ്റൻസും 0 കൊടുക്കുക, വിഡ്ത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതും 0 കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം വരച്ച പോലെ റെക്ടാങ്കിൾ നമുക്ക് വരയ്ക്കാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാവുന്നത്. നമ്മൾ റെക്ടാങ്കിൾ എടുത്തിട്ട് നമ്മൾ റെക്ടാങ്കിൾ കൊടുത്തിട്ട് ഒരു റെക്ടാങ്കിൾ വരച്ചു. ആ റെക്ടാങ്കിളിനെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ നമുക്ക് ഗ്രിഡ് ബോക്സുകൾ കാണാം. കണ്ടോ ഈ ബോക്സുകൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ റെക്ടാങ്കിൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ ജസ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. ആ ഗ്രിഡ് ബോക്സ് ഇല്ലേ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. കണ്ടോ അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പോയിന്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ സ്ട്രെച്ച്, ആഡ് വെർട്ടെക്സ്, കൺവേർട്ട് ടു ആർക്ക്, നമുക്ക് ആർക്കായിട്ട് മാറ്റണമെങ്കിൽ ആർക്കായിട്ട് മാറ്റാൻ പറ്റും. കണ്ടോ നമുക്ക് അങ്ങനെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ബോക്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഗ്രിഡ് ബോക്സുകൾ യൂസ് ചെയ്യുക, അതിനനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അതിനാണ് ഈ ബോക്സുകൾ യൂസ് ചെയ്യുന്നത്. ഏത് റെക്ടാങ്കിൾ വരച്ചാലും നമുക്ക് അതിനനുസരിച്ചുള്ള ഈ ഗ്രിഡ് ബോക്സുകൾ കിട്ടുന്നതായിരിക്കും.